بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി ബാബു ഷുറൂത്തിസ്സലാത്തി. ഷുറൂത്തുസ്സലാത്തി ഖംസത്തുൻ മഅരിഫത്തുൽ വഖ്തി വൽ ഇസ്തിഖ്ബാലു വസ്സത്റുൽ ഔറത്തി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഔറത്തുർ റജുലി. അപ്പോൾ അങ്ങനെ 5 കാര്യം പറയാം. അപ്പോൾ ഷുറൂത്തുസ്സലാത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാണല്ലോ. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ പറയുന്ന ജംഉ ഷർത്തിൻ. ബാബു ഷുറൂത്തുസ്സലാത്തി അങ്ങനെ വായിച്ചല്ലേ. ബാബുൻ ഷുറൂത്തുസ്സലാത്തി ഖംസത്തുൻ. ശേഷം ഖംസത്ത് ഖബറായിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ബാബു ഷുറൂത്തുസ്സലാത്തി വായിക്കാൻ പറ്റൂല. അവിടെ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഹിയ സങ്കല്പിക്കേണ്ടി വരും. അങ്ങനെ സങ്കല്പിക്കാതെ തന്നെ എന്താണ് ഇബാറത്ത് ശരിയാവുമ്പോൾ അങ്ങനെ സങ്കല്പിക്കുന്ന രീതിയിൽ വായിക്കൽ ശരിയാവില്ലല്ലോ. ബാബുൻ. അപ്പോൾ അതാ ബാബുൻ. പിന്നെ ഷുറൂത്തുസ്സലാത്തി ഖംസത്തുൻ. അങ്ങനെ അതാ ബാബുൻ ബിത്തൻവീനിന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞതാ. ഷുറൂത്തുസ്സലാത്തി ഖംസത്തുൻ ജമ്മു ഷർത്തിൻ ബിസുക്കൂനി റായി. ഷർത്ത് എന്ന റായിന് സുക്കൂനാണ്, അതിൻ്റെ ജമ്മാണ് ഷുറൂത്ത്. റായിന് സുക്കൂൻ എന്ന് പറയാൻ കാരണം എന്താ, ഷറത്ത് എന്ന റായിന് ഫത്തഹ് കൊണ്ട് വേറെ അർത്ഥത്തിന് പറയും. അതല്ലത് പിന്നെ അതാ ഷർത്ത് എന്നാണ്. വഹുവ ലുഗത്തൻ. ഈ ഷർത്ത് എന്ന് പറഞ്ഞാൽ തഅലീഖു അംരിൻ മുസ്തഖ്ബിലിൻ ബിമിസ്ലിഹി. മുസ്തഖ്ബിലായ വരാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ വരാൻ പോകുന്നൊരു കാര്യം അതിനെ ബന്ധിപ്പിക്കുക. ബി മിസ്ലിഹി വരാൻ പോകുന്നൊരു കാര്യത്തിനോട് ബന്ധിക്കുക. അപ്പോൾ രണ്ടും മുസ്തഖ്ബില്ല. അതൊന്ന് മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുന്നതിനാണ് ലുഗത്തിൽ ഷർത്ത് എന്ന് പറയാം. ഔ ഇൽസാമു ശൈഇ വൽതിസാമുഹു. അല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധിപ്പിക്കുക, അത് ഏറ്റെടുക്കുക എന്നാണ്. നിർബന്ധിപ്പിക്കുക ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അത് ഗർദി പറയുന്നുണ്ട്. പിന്നെ ഈ ഷാരിത്താണ്, ഷർത്താക്കുന്ന ആളാണ് ഇൽസാം ചെയ്യുക. മഷ്റൂത്ത് അലൈഹി, ആരുടെ മേലാണോ ഷർത്താക്കുന്നത് അയാളാണ് ഇൽത്തിസാം ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞത്, പിന്നെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് എന്ത് ചെയ്യുക, ഔറത്ത് മറക്കണം എന്ന് ഷർത്താക്കുക, ഔറത്ത് മറക്കണം എന്ന് നിർബന്ധിപ്പിക്കുക, അതാണ് ഷർത്ത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ പോകുന്ന ആള് അതിനുദ്ദേശിക്കുന്ന ആൾ ഔറത്ത് മറക്കൽ ഏറ്റെടുക്കുക, ഔറത്ത് മറക്കുക, ഇതാണ് ഇൽത്തിസാമ് എന്ന് ആ ഗർദി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ ബി ഫത്തിഹിഹ. ഷറത്ത് എന്ന് പറഞ്ഞാലോ അല്ല അലാമത്തു ഉണ്ടോ, റായിന് ഫത്തഹാവുമ്പോൾ അടയാളം എന്നാ. അഷറാത്തുസ്സായത്ത് എന്ന് പറയുമല്ലോ, അലാമാത്തുസ്സായത്ത് എന്നുള്ള അർത്ഥത്തിന്. അപ്പോൾ അത് ഷറത്തിന്റെ ജമ്മാണ് എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞേ. അല്ല സുക്കൂന് കൊണ്ട് തന്നെ അലാമത്ത് എന്നുള്ള അർത്ഥത്തിന് പറയുന്നു, വേറെ ചിലവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞു. ഇനി വസ്തിലാഹൻ മായൽസമു മിൻ അദ്മിഹിൽ അദ്മു വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദും വലാ അദ്മുൻ ലിദാത്തിഹി. ഇതാണ് ഇസ്തിലാഹിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ. അക്കാര്യം ഇല്ലാഞ്ഞാൽ മറ്റൊന്ന് ഇല്ലാതാകുന്ന മാ ഒരു കാര്യം. യൽസമു മിൻ അദ്മിഹി, ഇതില്ലാതായാൽ അല്ല അദ്മു മറ്റൊന്ന് ഇല്ലാതാകും. അതായത് ഷർത്ത് ഇല്ലാഞ്ഞാൽ മഷ്റൂത്ത് ഇല്ലാതാകും എന്നാ. നിസ്കരിക്കാതെ സഹിയാകാൻ എന്താക്കണം, ഔറത്ത് മറക്കണം. അപ്പോൾ ഔറത്ത് മറച്ചില്ലെങ്കിൽ എന്താവും, നിസ്കാരം ഉണ്ടാവില്ല, നിസ്കാരം സഹിയാവില്ല. അതാണ് വലാ യൽസമു മിൻ വുജൂദിഹി. ഇത് ഉണ്ടായതുകൊണ്ട് വുജൂദോ അദ്മോ ലാസിമാകുന്നില്ല. ലിദാത്തിഹി, മറ്റേത് ഉണ്ടായതുകൊണ്ട് വുജൂദുൻ ലിദാത്തിഹി അല്ല അദ്മുൻ ലിദാത്തിഹി, അതില്ലാന്നാ.
എന്ന് പറഞ്ഞാൽ അവരത്ത് മറച്ചോണ്ട് നിസ്കാരം ചെയ്യാവൂലല്ലോ. നിസ്കരിക്കാൻ സയ്യാവലുമില്ല, സയ്യാകാതിരിക്കലുമില്ല, രണ്ടുമില്ല. അപ്പൊ അതാ ഇല്ലായ്മ ഉണ്ടാകും. ഉണ്ടായി എന്നതുകൊണ്ട് മഷ്റൂത്തിന്റെ ഉജൂദോ അതുമോ രണ്ടും നിർബന്ധമാകാത്തത്, ലിദാത്തിഹി നിർബന്ധമാകാത്തത്. അത് ഷർത്ത് ജമൽ ജവാമിയിൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ മുഹ്തറസും അതും ഇതുമല്ലോ. പിന്നെ ഖീല കാനല്ലൗല തഖ്ദീമു ഹാദാ അലാ ബാബി സിഫത്തി സലാത്ത്, അതായത് ഇവിടെ ബാബു ഷുറൂത്തു സലാത്തല്ലേ, അപ്പൊ അത് സിഫത്ത് സലാത്തല്ല, ഇപ്പൊ കഴിഞ്ഞ ബാബ്, അതിനേക്കാൾ മുമ്പ് പറയലായിരുന്നു നല്ലത് എന്ന് ചിലവർ പറഞ്ഞ്. തഖ്ദീമു ഹാദാ എന്ന് പറഞ്ഞാല് ഈ ഷുറൂത്തു സലാത്തിന്റെ ബാബിനെ സിഫത്ത് സലാത്തിന്റെ ബാബിന്റെ മുമ്പ് പറയലായിരുന്നു. കാരണം എന്താ, ഇത് ഷർത്ത് എന്ന് പറഞ്ഞത് മാ യജിബു തഖദ്ദുമുഹു അല്ലെ തഖ്ദീമുഹു എന്നുണ്ടാണ് നുസ്ഖ. മുന്തിക്കൽ അല്ലെ മുന്തൽ നിർബന്ധമായ ഒന്നാണ്, എന്തിനേക്കാൾ, നിസ്കാരത്തിനേക്കാൾ. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് അതിന്റെ മുമ്പുണ്ടാകേണ്ടതാണല്ലോ, അവരത്തുറക്കലും ഖിബില മുന്നിടലും തഹാറത്തുമല്ലോ, അപ്പൊ മുമ്പുണ്ടാകേണ്ടതാണ്. വസ്തിമ്രാറുഹു, എന്നിട്ട് ആ ഒന്ന് നിലനിൽക്കലും നിർബന്ധമാണ്. തഖദ്ദുമു എന്നുള്ളതിന്റെ മേലെ എത്തുക. അപ്പൊ മായജിബു തഖദ്ദുമുഹു വസ്തിമ്രാറുഹു, നിലനിൽക്കണം. എവിടെ, ഫീഹ നിസ്കാരത്തിൽ, നിസ്കാരം തീരുന്നവരെ വേണം. അപ്പൊ ഇത് ആദ്യം ഉണ്ടാകണം, നിസ്കാരം തീരുന്നവരെ വേണം. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ആദ്യം പറയാ, പിന്നെ സിഫത്തു സലാത്ത്. അപ്പൊ ഖാരിജിലെ വുജൂദ് അനുസരിച്ച് എന്ത് ചെയ്യുക, ഷർത്തുകളാണല്ലോ ആദ്യം ഉണ്ടാകുന്നത്, അപ്പൊ അതാദ്യം പറയണ്ടേന്നാ. വയുഅബ്ബറു അൻഹു ബിഅന്നഹു മാ ഖാറന കുല്ല മുഅ്തബരിൻ സിവാഹു ബിഖിലാഫിർ റുക്നി ഇൻതഹ. വയുഅബ്ബറു അൻഹു, ഈ ഷർത്ത് എന്ന് പറഞ്ഞതിന് ഇബാറത്ത് പറയും. നേരത്തെ ഇപ്പോൾ ഒരു ഇബാറത്ത് പറഞ്ഞത് മായജിബു തഖദ്ദുമു അല സ്വലാത്തി വസ്തിമ്റാറുഹു ഫിഹാന. എന്നാൽ അതിന് ഈ ഷർത്തിനെ തൊട്ട് ഇങ്ങനെയും ഒരു വാചകം പറയാം, എന്ത്, ബിഅന്നഹു, പിന്നെ ഷർത്താകുന്നത് മാ ഒരു കാര്യം, ഖാറന കുല്ല മുഅ്തബരിൻ, മുഅ്തബറാകുന്ന മുഴുവൻ കാര്യത്തിനോടും ഒപ്പം വന്നത്, സമയത്തിൽ ഒത്തു വന്നത്. ആ മുഅ്തബറായ എല്ലാ കാര്യവും ഉണ്ടാകുമ്പോഴും, ഏത് കാര്യം ഉണ്ടാകുമ്പോഴും എന്ത് വേണം, ഈ ഷർത്തായ കാര്യങ്ങൾ ഉണ്ടാകണം ആദ്യം മുതൽ അവസാനം വരെ. ഖാറന എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ സമയത്തിൽ ഒത്തു വരിക എന്നല്ലേ, ഉണ്ടാകുക എന്നല്ലേ. സിവാഹു, എന്തല്ലാത്ത, ഈ ഷർത്തല്ലാത്ത മറ്റതിനോട്, മറ്റു മുഅ്തബറായ കാര്യം. കാരണം നിസ്കാരത്തിൽ മുഅ്തബറായത് അർക്കാന് മാത്രമല്ലല്ലോ, ഷർത്തും മുഅ്തബറാണ്. അപ്പൊ ഷർത്തിനോടൊത്തു വരണം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി പോവും, അത് ദൗറായി പോവുമല്ലോ. അപ്പൊ അതിനെ പറഞ്ഞ കുല്ല മുഅ്തബരിൻ സിവാഹു, ഷർത്തല്ലാത്ത മറ്റു മുഅ്തബറിനോടൊക്കെ സമയത്തിൽ ഒത്തുവരണം. ബിഖിലാഫിർ റുക്നി, റുക്കിന് അങ്ങനെയല്ല. റുക്കിന് എന്തില്ല, മാക്കാറന കുല്ല മുഅ്തബരിൻ എന്നതല്ല. റുക്കിന് അതതിന്റെ ഒരു ജുസാണല്ലോ, അതിന്റെ മുഖവ്വിമ. ഇത് മുഖാരിനാണ്, ലികുല്ലി മുഅ്തബരിൻ, ഇങ്ങനെ ഇബാറത്ത് പറയും ഇന്തഹ. അപ്പൊ എന്താണ്, റുക്കിന് ഇങ്ങനെ മുഖാറനത്ത് ഇല്ലാത്തതും ഷർത്ത് മുഖാറനത്തുള്ളതുമാകുമ്പോ സിഫത്തു സലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച അർക്കാന്റെ വിശദീകരണമാണ്, അതിന് മുമ്പ് ആണല്ലോ ഇത്. അപ്പൊ ഇത് ആദ്യം പറയേണ്ടതായിരുന്നു. അതാണ് യുഅബ്ബറു അൻഹു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അത് തന്നെ. വയുറദ്ദു, എന്നാൽ ഈ ഖീല റദ്ദ് ചെയ്യപ്പെട്ടു, ബി അന്നഹു അഷാറ, മുസന്നിഫ് ഇഷാറത്താക്കി. എന്തുകൊണ്ട്, ഇതിനെ തഖീർ ചെയ്തത് കൊണ്ട് ഇഷാറത്താക്കി. അതായത് ഷുറൂത്തു സലാത്തിനെ സിഫത്തു സലാത്തിനേക്കാൾ പിന്തിച്ചു. അങ്ങനെ ആ പിന്തിക്കൽ കൊണ്ട് ഇഷാറത്താക്കിയതാണ്. എന്തിലേക്ക് ഇഷാറത്താക്കി, ഇലാ അഹമ്മിയത്തിൽ മഖ്സൂദി ബിസ്സാത്തി, ബിസ്സാത്ത് മഖ്സൂദായതിന്റെ അഹമ്മിയത്തിലേക്ക് ഇഷാറത്താക്കി. അലൽ മഖ്സൂദി ബി തരീഖിൽ വസീലത്തി, വസീല എന്ന നിലക്ക് മഖ്സൂദാണ്. അപ്പൊ അർക്കാനും ഷുറൂത്തും കൊള്ള നോക്കുമ്പോ അർക്കാന് ബിസ്സാത്ത് മഖ്സൂദാണ്, ഷുറൂത്തുകളോ വസീല എന്ന നിലക്ക് മഖ്സൂദാണ്. അപ്പൊ വസീല എന്ന നിലക്ക് മഖ്സൂദായത് അതിന് എന്തില്ല, മഖ്സൂദ് ബിസ്സാത്തായ അർക്കാനുകളുടെ പ്രാധാന്യമില്ലല്ലോ. അപ്പൊ അതിന് പ്രാധാന്യം കൂടുതലായതുകൊണ്ട് അതിനാദ്യം പറഞ്ഞു. പ്രാധാന്യം കൂടുതലുള്ളതിനല്ലേ ആദ്യം പറയണ്ടേ, മറ്റേതിനെ പിന്തിച്ചും പറഞ്ഞു. ഇതാണ് മുസന്നിഫ് ഉദ്ദേശിച്ചത്. പിന്നെ ഒബിയന്നഹു ലമ്മാ ജഅലൽ മുബ്തിലാത്തി, പിന്നെ അതിനും പുറമെ മുസന്നിഫ് ആക്കിയപ്പോ ലമ്മാ ജഅല എന്നിങ്ങനെ പറഞ്ഞിട്ട് അൽ മുബ്തിലാത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഹസുന തഖീറുഹു എന്ന് വരുന്നത്. അങ്ങനെ മുബ്തിലാത്തിനെ ആക്കിയപ്പോൾ, ഇങ്ങനെയൊക്കെ ആക്കിയപ്പോൾ ഈ ഷുറൂത്തു സലാത്തിന്റെ ബാബിനെ പിന്തിക്കൽ നന്നായി എന്നാ. അപ്പൊ ഹസുന എന്ന് പറയുമ്പോ നേരത്തെ ഖീലയിൽ കാനല്ലൗല എന്ന് പറഞ്ഞതിന് ആ റദ്ദ് അതുപോലെ തന്നെ, അതല്ല നല്ലത്, ഇതാ നല്ലത്. പിന്നെ ഒബിയന്നഹു, അപ്പൊ റദ്ദ് ചെയ്തത് രണ്ടാമത്തെ കാരണം, ലമ്മാ ജഅലൽ മുബ്തിലാത്തി, മുസന്നിഫ് ആക്കിയ മുബ്തിലാത്തിനെ, നിസ്കാരത്തിന്റെ ബാത്തിലാകുന്ന കാര്യങ്ങൾ, അൽ മുസ്തമില അലൈഹൽ ഫസ്ലുല്ലാത്തി,
കണ്ടോ, ആ മുബത്തിലാത്ത് ഏതാണ്? അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് ശേഷം വരുന്ന ഫസല്. അപ്പൊ ശേഷം വരുന്ന ഫസലിൽ മുബത്തിലാത്ത പറയുന്നത്. ആ മുബത്തിലാത്തിനെ ആക്കി ദാഖിലത്തം വി ഹാദിഹി തർജമത്തി, ഈ തർജമയിൽ ഉൾപ്പെട്ടതാക്കി. ഏത്? ഷുറൂത്തു സലാത്തിന്റെ തർജമയിൽ ഉൾപ്പെട്ടതാക്കി. കാരണം ഇത് ബാബുൻ ഷുറൂത്തു സലാത്തല്ലേ, ശേഷം വരുന്നത് ഫസിലാണ്. അപ്പൊ ഈ ഫസിൽ എന്തായിരിക്കും? ബാബിന്റെ ഒരു ഭാഗമായിരിക്കും. അപ്പൊ ഈ തർജമയിൽ ഉൾപ്പെട്ടതാക്കിയപ്പോൾ, അങ്ങനെ ഉൾപ്പെട്ടതാക്കാൻ കാരണം എന്തിനാ? ഉൾപ്പെട്ടതാക്കിയപ്പോ ഹസുന തഖീറുഹുന്ന് ശേഷം ജവാബ് പറയുന്നുണ്ട്. ഈ അങ്ങനെ ആക്കിയതിന് കാരണം പറയാ, ഇഷാറത്തൻ ഇലത്തിഹാദി ഷർത്തി വൽ മാനിയ ഹുന, ഷർത്തും മാനിയവും ഒന്നാണ് എന്നതിലേക്ക് ഇഷാറത്താക്കാനാണ്. ഹുന ഇവിടെ എന്ന് പറഞ്ഞാല് ഈ നിസ്കാരത്തിന്റെ ഷർത്തും എന്ന പോലെ മുബത്തിലാത്ത് എന്ന് പറഞ്ഞാൽ മാനിയാണല്ലോ. നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുണ്ടായിപ്പോയാല് നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കും. അപ്പൊ മുബത്തിലാത്തുകൾ മവാനികളാ. അപ്പൊ മാനിയും ഷർത്തും ഒരർത്ഥത്തിനാണ് ഇവിടെ എന്ന് സൂചിപ്പിക്കാനാണ്. എന്നാലല്ലേ രണ്ടിനെയും കൂടി ഒരു തർജമന്റെ ഉള്ളിൽ പെടുത്താൻ പറ്റുള്ളൂ. വഹുവ എന്താണ് മാനിയ എന്ന് പറഞ്ഞാല് അൽ മാനിയ വഹുവ മാനിയ അൽ വസ്ഫുൽ വുജൂദിയുൽ ലാഹിറുൽ മുൻളബിത്തുൽ മുഅർരിഫു നഖീലൽ ഹുകുമീന. അത് മുഅ്തരില ജുംല. ഇത് രണ്ടും ഒന്നാണെന്ന് സൂചിപ്പിച്ചു. എന്ത് വിഷയത്തിൽ ഒന്നാണെന്ന് പിന്നെ പറയുന്നേ ഉള്ളൂ. ഫി അന്നഹു ലാബുദ്ദ മിൻ ഫഖദി ഹാദാ വജൂദി ദാക്കാന്ന് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് മാനിയ എന്താണ്? അൽ വസ്ഫുൽ വുജൂദി, വുജൂദിയായ ഒരു വസ്ഫാണ്, ഉണ്ടാകുന്നൊരു കാര്യം, ഇല്ലാതാകുന്ന കാര്യമല്ല. അത് ലാഹിറായിരിക്കണം, ഖഫിയാകാൻ പറ്റൂല. മുൻളബിത്ത് ലബുത്തുള്ളതായിരിക്കണം, ലബുത്തില്ലാതെ കൂടിയും കുറഞ്ഞൊക്കെ വരുന്ന രീതിയിലായ പറ്റൂല. അൽ മുഅർരിഫു എന്ന പോലെ അത് അറിയിക്കുന്നതാണ്. എന്തിനെ അറിയിക്കും? നഖീലൽ ഹുക്കുമി, ഹുക്കുമിന്റെ നഖീലിനെ അറിയിക്കും. അപ്പൊ ഇക്കാര്യം ഉണ്ടായാൽ ഹുക്കുമിന്റെ നഖീൽ എന്താ? നിസ്കാരത്തിന്റെ സിഹത്താണ് ഹുക്കും. അതിന്റെ നഖീല് എന്ന് പറഞ്ഞാൽ അതിന്റെ ബുത്തലാന്റെ മേൽ അറിയിക്കും. ഇതുണ്ടായാൽ ബാത്തിലായി എന്നുള്ളതിന്റെ മേൽ അറിയിക്കും. പിന്നെ അപ്പൊ ഒരു വുജൂദിയായ വസ്വാണ്, അദ്മിയല്ല, ലാഹിറാകണം, ഖഫിയല്ല, മുൻളബിത്താകണം. പിന്നെ അതും ജമ്മൽ ജമാലിൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും ഒരർത്ഥത്തിനാണ്. എന്ത് വിഷയത്തിൽ? ഇത്തിഹാദ് ഫി അന്നഹു ലാബുദ്ദ മിൻ ഫഖദി ഹാദാ, ഈ മാനിഅ ഇല്ലാതിരിക്കണം എന്നതും വജൂദി ദാക്ക, ആ ഷർത്ത് ഉണ്ടാകണം എന്ന വിഷയത്തിൽ ഇത് രണ്ടും ഒന്നാണ്. അല്ലാതെ ഷർത്തിന്റെ മാനിന്റെ അർത്ഥം ഒന്നാണെന്നല്ല. ഷർത്തിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞു, മാനിന്റെ അർത്ഥം ഇപ്പൊ വേറെ പറഞ്ഞല്ലോ, രണ്ടും ഒന്നല്ലല്ലോ. അപ്പൊ ഇത് ഷർത്ത് ഉണ്ടാകുകയും വേണം, മാനി ഇല്ലാതിരിക്കുകയും വേണം എന്ന വിഷയത്തിൽ രണ്ടും യോജിക്കുന്നുണ്ട്, ഒന്നാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഷുറൂത്തു സലാത്തിന്റെ തർജമയിൽ ഇതിനെപ്പെടുത്തിയത്. വമിൻ സമ്മ, അതുകൊണ്ടാണ് ഇത് രണ്ടും ഇത്തിഹാദാകുന്ന കാരണം കൊണ്ടാണ് ജുഇല ഇന്തിഫാഉഹു, ആ മാനിഅ ഇല്ലാതിരിക്കുക എന്നതിന് ആക്കപ്പെട്ടു, ഷർത്താക്കപ്പെട്ടു. പിന്നെ ഷർത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഹഖീഖത്തൻ ഇന്ദ റാഫിഈ, ഇമാം റാഫിന്റെ അടുക്കല് ഹഖീഖിയായ ഷർത്ത് തന്നെ, തജവൂസൻ മജാസായ ഷർത്താണ് ഇന്ദൽ മുസന്നിഫിന്റെ അടുക്കല്. ഏതായാലും ഹഖീഖിയായാലും മജാസായാലും എന്താണ്? ഷർത്താക്കിയല്ലോ മാനി ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഈ അർത്ഥത്തിൽ ഒന്നാകുന്നതുകൊണ്ടാണ്. മാനി ഇല്ലാതിരിക്കണം, ഷർത്ത് ഉണ്ടാകണതല്ലേ. പിന്നെ വയു അയ്യിദുഹു മായത്തി അന്ന ഷുറൂത്ത, വയു അയ്യിദുഹു എന്ന് പറഞ്ഞാല് ഇത് രണ്ടും അല്ല, ഈ മജാസാണ് എന്നുള്ളത് ഹഖീഖിയായ ഷർത്തല്ല, മജാസിയായ ഷർത്താണ് എന്ന് പറഞ്ഞതിനെ തെയ്യീദ് ചെയ്യുന്നുണ്ട്. ആ മായത്തി ശേഷം വരുന്ന ഒന്ന്. എന്താ ശേഷം വരുന്നത്? അന്നഷുറൂത്ത, ഷർത്തുകൾ എന്താണ്? ശേഷം നാലാമത്തെ ഷർത്ത് പറയുമ്പോൾ വരുന്നുണ്ട് എന്നാ. എന്താണ്? ഷർത്തുകൾ മിൻ ഖിതാബിൽ വലഇ, അത് ഖിതാബിൽ വലഇൽ പെട്ടതാണ്. മിൻ ജമീഇ ഹൈസിയാത്തിഹ, അതിന്റെ മുഴുവൻ ഹൈസിയാത്തിലും എന്ത് തന്നെയാണ്? അത് ഖിതാബിൽ വലഇൽ പെട്ടതാണ്. ബിഖിലാഫിൽ മവാനിഇ, മാനികൾ അങ്ങനെയല്ല, എല്ലാ അർത്ഥത്തിലും ഖിതാബിൽ വലഇൽ പെട്ടതല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ, ഈ മാനിയെ ഇല്ലാതിരിക്കുക എന്നതിനെ ഷർത്താക്കുമ്പോ ഹഖീഖിയായ ഷർത്ത് എന്ന് പറയാൻ പറ്റൂല. അത് മജാസിയായിട്ട് ഷർത്തായി പറയാൻ പറ്റുള്ളൂ. ബിഖിലാഫിൽ മവാനി. കാരണം എന്താ? ലിഫ്തിറാഖി നഹ്വിൻ നാസി വഗൈരിഹി ഹുനാ, മറന്നുപോയ ആളും അല്ലാത്ത ആളും ഫർക്കാകുന്നുണ്ട്. മറന്നുപോയ ആളും അതുപോലത്തെ ആളും, മറന്നവനും അതുപോലത്തവനും. പിന്നെ
അതല്ലാത്തവനുമായിട്ട് ഫർക്കാകുന്നുണ്ട്. അപ്പൊ അംദൻ ചെയ്യുന്ന ആളും നിസിയാനോടുകൂടെ ചെയ്യുന്ന ആളും മവാനീന്റെ വിഷയത്തില്. ഷർത്തിന്റെ വിഷയത്തിലോ ഷർത്തിന്റെ വിഷയത്തിൽ വ്യത്യാസമല്ല. ഹുന എന്ന് പറഞ്ഞാൽ മവാനീന്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ മറന്നിട്ട് എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചുപോയി. കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുഴപ്പമില്ലല്ലോ. എന്നാൽ മറന്നിട്ട് ഒന്നുമില്ലാണ്ട് നിസ്കരിച്ചാൽ ശരിയാവോ? പറ്റൂല. അപ്പൊ എന്താണ്, ഇതിനെ ഷർത്താക്കുമ്പോ മജാസായിട്ടേ പറ്റുള്ളൂ എന്ന് അതിന്റെ ഇടയ്ക്ക് എന്താക്കിയാ തെയ്താക്കിയാൽ അതമ്മ അവിടെ അങ്ങനെ ഫർക്കില്ല. അവിടെ അല്ല എന്ന് പറഞ്ഞാൽ ഷർത്തിന്റെ വിഷയത്തിൽ അങ്ങനല്ല. അവിടെ നാസി അല്ലാത്തവനും എന്താകുന്നില്ല, ഫർക്കാകുന്നില്ല. അപ്പൊ അത് മജാസ് എന്ന് പറഞ്ഞതിന് തെയ്ത് ചെയ്യുന്നു. ഇനി ഹസുന തഖീറുഹു. അപ്പൊ മുസന്നിഫ് അങ്ങനെ ആക്കിയപ്പോ മുബ്തിലാത്തിനെ എന്താണ് ഈ തർജമയുടെ ഭാഗമാക്കിയത് കൊണ്ട് അതിനെ പിന്തിക്കൽ നന്നായി എന്നാ. അതിനെ പിന്തിക്കൽ നന്നായി എന്ന് പറയാൻ കാരണം ഈ മവാനികൾ ഇല്ലാതിരിക്കുക എന്നത് എന്താണ്, മജാസായ ഷർത്താണല്ലോ. അപ്പൊ ഹഖീഖിയായ ഷർത്തുകൾ പറഞ്ഞതിന് ശേഷം മജാസായ ഷർത്ത് പറയലല്ലേ നല്ലത്. അപ്പൊ അതുകൊണ്ട് അത് പിന്തിക്കൽ നന്നായി എന്നാ പറഞ്ഞ. ഫൈൻ കുൽത്ത. അപ്പൊ വേറെ ഇഷ്കാല് ഇനി നീ ചോദിച്ചാല് ലിമഖദ്ദമു ബഹ്സ മഅദ സത്രി. സത്തുറുല്ലൗറത്ത് ഇവിടെ 5 പറയുന്നതിൽ സത്തുറുല്ലൗറത്ത് അല്ലാത്ത ബാക്കിയുള്ളതിന്റെ ഒക്കെ ബഹ്സ് മുമ്പ് കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനേക്കാൾ മുമ്പ് കഴിഞ്ഞു? സിഫത്തു സലാത്തിന്റെ മുമ്പ് കഴിഞ്ഞല്ലോ. തഹാറത്ത് അല്ലെ, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഇതെല്ലാം കഴിഞ്ഞു മുമ്പ്. വലം യനുസ്സു അലാ ഷർത്തിയ്യത്തിഹി. അപ്പൊ അവിടെ പറയുമ്പോ അത് നിസ്കാരത്തിന്റെ ഷർത്താന്ന് പറഞ്ഞിട്ടില്ല. വലം യനിസ്സു രണ്ടും ഉണ്ട് എന്നാ തോന്നുന്നത്. നസ്സാക്കിയിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. അലാ ഷർത്തിയ്യത്തിഹി, ആ സത്തുറുല്ലൗറത്ത് അല്ലാത്ത മുമ്പ് പറഞ്ഞപ്പോ ആ മഅദ സത്ർ അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഷർത്താണ് എന്ന് അവിടെ നസ്സാക്കി പറഞ്ഞിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇല്ലാഹുന, ഇവിടെ അല്ലാതെ. ഇവിടെയാണ് ഷർത്താണെന്ന് പറയുന്നത്. ഷുറൂത്തു സലാത്ത് ഖംസത്തുൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞല്ലോ. അപ്പോഴാണ് ഇത് ഷർത്താണെന്നുള്ളത് വരുന്നത്. മാഅദൽ ഇസ്തിഖ്ബാല, ഇസ്തിഖ്ബാലിനെ ഒഴിച്ച് എന്ന് പറഞ്ഞാല് ഇസ്തിഖ്ബാലിനെ കുറിച്ച് അവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷർത്താന്ന് പറയുന്നുണ്ട്. ഷർത്താണെന്ന് അവിടെ തന്നെ മുമ്പ് തന്നെ കിതാബു സലാ പിന്നെ സിഫത്തു സലാത്തിന്റെ മുമ്പ് പറഞ്ഞപ്പോ അവിടെ തന്നെ ഷർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 4നെയും പിന്നെ ബാക്കി 4ഇല്ല, 3 കാരണം സത്തറിന്റെ ബഹ്സ് അവിടെ പറഞ്ഞിട്ടുമില്ലല്ലോ. സത്തറിന്റെ ബഹ്സ് ശേഷം വരുന്നേ ഉള്ളൂ. അപ്പൊ 4 മുമ്പ് പറഞ്ഞത്. അതിൽ 3 കുറിച്ചും ഷർത്താന്ന് പറഞ്ഞിട്ടില്ല, 1 കുറിച്ച് ഷർത്താന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താ ഇപ്പൊ പരിപാടി? കൊൽത്തു, അതിന് പറഞ്ഞ് നളറു ഫിൽ ബഹ്സി അൻ ഹഖായിഖിഹാ. ഈ പറഞ്ഞ ഷുറൂത്തുകളുടെ ഹഖീഖത്തുകൾ വിശദീകരിക്കുന്നതിൽ ബഹ്സ് ചെയ്യുന്നതിൽ അയിമ്മത്ത് നോക്കിയത്, പരിഗണിച്ചത് ഇല കൗനിഹ വസായില, അത് വസീലകളാണല്ലോ. നേരത്തെ പറഞ്ഞല്ലോ മഖ്സൂദും ബി തരീഖിൽ വസീലാന്ന്. മുഖദ്ദമത്തൻ, മുന്തിക്കപ്പെടുന്ന വസീലകളാണ്. അമാമൽ മഖ്സൂദി, മഖ്സൂദിന്റെ മുമ്പ് മുന്തിക്കപ്പെടുന്ന വസീലകളാണ്. വാൻ ഷർത്തിയ്യത്തിഹ, അപ്പൊ അതിന്റെ ഹഖീഖത്ത് വിശദീകരിച്ച് ഷർത്താന്ന് പറഞ്ഞില്ല. വാൻ ഷർത്തിയ്യത്തിഹ, ഇതിന്റെ ഷർത്തുകളാണ് എന്ന ബഹ്സിൽ അവർ നോക്കിയത് ഇല കൗനിഹ, ആ ഷുറൂത്തുകളാണ് എന്നതിലേക്കാണ്. താബിയത്തല്ലിൽ മഖ്സൂദി, മഖ്സൂദിനോട് താബിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു, മഖ്സൂദ് പറഞ്ഞതിന് ശേഷം അവകളെ പറഞ്ഞപ്പോ ഷർത്താണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോ ഷർത്താണെന്ന് പറയാതെ അതിന്റെ ഹഖായിഖുകൾ വിശദീകരിച്ചു. അത് മുമ്പ് ഉണ്ടാകേണ്ട, മഖ്സൂദിന്റെ മുമ്പ് ഉണ്ടാകേണ്ട വസീല എന്ന നിലക്ക്. പിന്നെ അമ്മ നസ്സുഹും അവലൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്തിഖ്ബാലിനെ കുറിച്ച് ഷർത്താന്ന് തന്നെ പറയാൻ കാരണം എന്താ? അഥവാ അമ്മ നസ്സുഹും, അയിമത്ത് നസ്സാക്കി അവലൻ. അവലൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാല് കൈഫിയത്തു സലാത്തിന്റെ മുമ്പ് അലാ ഷർത്തിയ്യത്തിൽ ഇസ്തിഖ്ബാൽ, ഇസ്തിഖ്ബാൽ ഷർത്താന്ന് നസ്സാക്കി. അത് ഫവഖഅസ്തിത്റാദൻ, അത് മഖ്സൂദായി സംഭവിച്ചതല്ല, അത് ഇസ്തിത്റാദ് താബിയായി സംഭവിച്ചതാണ്. പിന്നെ അപ്പൊ ഷർത്താന്ന് നസ്സാക്കൽ അവിടെ ഉദ്ദേശമില്ല. പിന്നെന്തേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ അതിന്റെ ഹഖീഖത്ത് വിശദീകരിക്കലേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതിനോട് തുടർച്ചയായി ഇങ്ങനെ വന്നു പോയതാണത്. അമ്മ തഖീറുഹും സത്തിരി. അപ്പൊ സത്തുറുല്ലൗറത്ത് മുമ്പ് പറയാഞ്ഞെന്താ, അത് പിന്നോട്ടാക്കിയല്ലോ. ആ തഖീർ ഫഇശാറത്തൻ ഇലാ ഉജൂബിഹി ലിദാത്തിഹി താറത്തൻ വമിന്നൈദു കൗനുഹു ഷർത്തൻ ഉഖ്റാ. അത് സൂചിപ്പിച്ചതിന് വേണ്ടിയാണ്. ഇലാ ഉജൂബിഹി, ആ സത്തുറുല്ലൗറത്ത് വാജിബാണ് ലിദാത്തിഹി, അതായത് നിസ്കാരത്തിന് വേണ്ടി മാത്രല്ല. ലിദാത്തി നിസ്കാരത്തിലല്ലാത്തപ്പോഴും സത്തുർ വേണ്ടേ. താറത്തൻ ചിലപ്പോൾ എന്താണ്
അത് ലിദാത്തിഹി നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം പോലത്തെ ആരിതിനു വേണ്ടി നിർബന്ധം അല്ലാതെ തന്നെ നിർബന്ധമാവും. വമിന്നൈസു കൗനുഹു എന്ന പോലെ ഷർത്തൻ അത് ഷർത്താണ് എന്ന നിലക്ക് നിർബന്ധാകും. ഉഹ്റ എന്ന് പറഞ്ഞാൽ താറത്തൻ ഉഹ്റ മറ്റ് ചില സന്ദർഭത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്താക്കി, അത് മുമ്പ് പറഞ്ഞിട്ട് തന്നെ ഇല്ല, ശേഷമാണ് പറഞ്ഞത്. ഫലി ആദിമ ഇഖ്തിസാസിഹി ബിസ്സലാത്തി. അപ്പൊ ആ സത്തുറുൽ ഔറത്ത് നിസ്കാരവുമായ ഖാസല്ല എന്ന കാരണത്താൽ ലം യുബഹസ അൻഹു അതിനെക്കുറിച്ച് ബഹസ് ചെയ്യപ്പെട്ടിട്ടില്ല. മഅൽ ബഖിയ്യത്തി മറ്റു ഷർത്തുകളോട് കൂടെ ബഹസ് ചെയ്യപ്പെട്ടിട്ടില്ല. അവലൻ ആദ്യം എന്ന് പറഞ്ഞാല് കൈഫിയത്തു സ്വലാത്തിന് മുമ്പ്. പിന്നെ വലിക്കൗനിഹി ഫീഹ ആ പിന്നെ സത്തുറുൽ ഔറത്ത് എന്താണ്, ഫീഹ നിസ്കാരത്തിൽ ആണ് ഷർത്താണ് എന്ന നിലക്ക്. പിന്നെ ഇതിനു വേണ്ടി അപ്പൊ ഫലിയാദിമി എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ എത്തുവാണ്. വലിക്കൗനിഹി ഫീഹ ഷർത്തൻ അദ്റജൂഹു ആ സത്തുറുൽ ഔറത്തിനെ പെടുത്തി മാ ബഖിയ്യത്തി ശുറൂത്തിഹ നിസ്കാരത്തിന്റെ മറ്റു ഷർത്തുകളോടുകൂടെ പെടുത്തി. അൽ മുത്തക്കല്ലമി അലൈഹ ആ ഷർത്തുകളുടെ മേൽ സംസാരിക്കപ്പെടുന്നുണ്ട്. ഹുന ഇവിടെ എന്ന് പറഞ്ഞാൽ കൈഫിയത്തു സലാത്തിന്റെ ശേഷം. ഇജ്മാലൻ മിന്നൈസു ഷർത്തിയ്യത്തു ഇവിടെ സംസാരിക്കുന്നത് മുജ്മലായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹക്കീകത്തുകളൊക്കെ മുമ്പല്ലേ പറഞ്ഞത്, ഇവിടെ തഫ്സീലില്ല. ആ മിന്നൈസു ഷർത്തിയ്യത്തു ഷർത്തിയ്യത്ത് ഹൈസിയത്തിൽ എന്ത് ചെയ്തു, ആ ഷർത്തുകളോടുകൂടെ അതിനെ പെടുത്തീന്ന ദിക്രി തവാബിഹ ആ ഷർത്ത് ഹൈസിയത്തിൽ ഇജ്മാലായി സംസാരിക്കുക. മുത്തക്കല്ലം അലൈഹ ഹുന ഇജ്മാലൻ ആ മുത്തക്കല്ലം ഇജ്മാലൻ എന്ന് പറഞ്ഞതാ മിന്നൈസു ഷർത്തിയ്യത്തു ഷർത്ത് ഹൈസിയത്തിൽ മുജ്മലായി ഇവിടെ പറയുന്നുണ്ട്. ആ മായ ദിക്രി തവാബിഹ ഷുറൂത്തുകളുടെ താബികളെ പറയലോടുകൂടെ. ഫതഅമ്മൽഹു അപ്പൊ അതുകൊണ്ട് അത് നല്ലപോലെ മനസ്സിലാക്കുക. അപ്പൊ ആ തഖ്ദീമും തഖീറും ഒക്കെ ഇതൊക്കെ കാരണത്താലാണ്. ഇനി ഖംസത്തുൻ ഷുറൂത്തു സ്വലാത്ത് ഖംസത്തുൻ എന്നാണ് 5 വലായുസാദുൽ ഇസ്ലാം. അപ്പൊ 5 ഈ പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം ആകണമെന്നില്ലല്ലോ, ഇബാദത്ത് ശരിയാകണേ മുസ്ലിം ആകണ്ടേ, അപ്പൊ അത് ഷർത്തല്ലേ, അത് കൂട്ടണ്ടേന്ന്. അപ്പൊ 5ന്റെ കൂടെ 6 ആക്കണം. അതുപോലെ പിന്നെ ശേഷം വരുന്നുണ്ട് തമ്മീസ് എന്ന പോലെ ഫറലായിരിക്കുക എന്നതും അതിന്റെ കൈഫിയത്തും കൊണ്ട് ഇൽമുണ്ടാകണ്ടേ. അപ്പൊ 5 പോരല്ലോ, 2-3 പിന്നെയും കൂട്ടണല്ലോ എന്നതിന് മറുപടി പറയാം. വലായുസാദുൽ ഇസ്ലാമു ഇസ്ലാം വർദ്ധിപ്പിക്കപ്പെടേണ്ടതില്ല. കാരണം എന്താ, ലിഅന്ന തഹാറത്തുൽ ഹദസി തഹാറത്തുൽ ഹദസ് തസ്തൽസിമുഹൂന തഹാറത്തുൽ ഹദസ് ഈ 5 പെട്ടതാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് അത് ഇസ്ലാമിനെ ലാസിമാക്കും. കാരണം എന്താ, അതിന്റെ നിയ്യത്തിൽ ജസ്മുണ്ടാകണേ മുസ്ലിം ആകണ്ടേ. ആ തഹാറത്തുൽ ഹദസിന് നിയ്യത്ത് വേണം, അതിന്റെ ജസ്മുണ്ടാകണമെങ്കിൽ എന്തു വേണം, ഈ നിയ്യത്ത് വേണല്ലോ, അല്ല ഈ ഇസ്ലാമും ആണല്ലോ. ആ നിലക്ക് വലൽ ഇൽമു ബിൽ ഫർളിയ്യത്തി വൽ ബിൽ കൈഫിയ്യത്തി എന്ന പോലെ ഫർളിയ്യത്ത് അതായത് നിസ്കാരം ഫർളാന്ന് അറിയുക വബിൽ കൈഫിയ്യത്തി അതിന്റെ കൈഫിയ്യത്ത് കൊണ്ടും അറിയുക എന്നതും വർദ്ധിപ്പിക്കപ്പെടൂല. അൽ ഇസ്ലാമു എന്നുള്ളതിന്റെ മേലെ എത്തുക. അപ്പൊ ഫർളിയ്യത്ത് കൊണ്ടും കൈഫിയ്യത്ത് കൊണ്ടുള്ള ഇൽമു എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിഐ ആലമ നിസ്കരിക്കുന്നവൻ അറിയണം, ഫർളിയ്യത്തഹ നിസ്കാരം ഫർളാന്നറിയണം. അത് ബിൽ ഫർളിയ്യ അല്ലിൽമും ബിൽ ഫർളിയ്യത്തി. പിന്നെ മയ തമ്മീസി ഫുറൂലിഹ മിൻ സുനനിഹ എന്ന് പറഞ്ഞത് കൈഫിയ്യത്ത് കൊണ്ടുള്ള ഇൽമ. ഫറലുകൾ വേർതിരിക്കണം, സുന്നത്തിനെ തൊട്ട് വേർതിരിക്കണം. ഇതാണ് കൈഫിയ്യത്ത് കൊണ്ടുള്ള ഇൽമു എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇൽമും വർദ്ധിപ്പിക്കപ്പെടൂല. കാരണം എന്താ, അന്നഹു ഷർത്തുൻ ലിസാഇരിൽ ഇബാദാത്തി ഇത് എല്ലാ ഇബാദത്തിന്റെ ഷർത്താണ്. അപ്പൊ നിസ്കാരത്തിന് ഖാസായ ഷർത്തല്ലേ പറയുന്നത്, അല്ലേ? അപ്പൊ അത് ഇത് വർദ്ധിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നെ അവിടെ ഇസ്ലാമും അങ്ങനെ തന്നെ അല്ലേന്ന്, എല്ലാ വിഭാഗത്തിനും ഷർത്തല്ലേ ഇസ്ലാം? അല്ല അത് പിന്നെ അവിടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രത്യേകം ഒന്ന് പറയാൻ പറ്റിയത് കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. പിന്നെ തഹാറത്തുൽ ഹദ അപ്പൊ ഷർത്തിന്റെ ഷർത്താണ്. അപ്പൊ ഇത് ഷർത്തായല്ലോ എന്നുള്ള ഷർത്തിന്റെ ഷർത്താണല്ലോ എന്ന നിലക്ക് ഇവിടെ പറയൽ വന്നു. പിന്നെ തീരെ പറയൽ വരാത്തതിന് എന്താക്കിയാ മതി, ഒരു ന്യായീകരണം പറഞ്ഞാൽ മതിയല്ലോ എന്നാ. പറഞ്ഞില്ല എന്നുള്ള നിലക്ക് മറ്റേ പറഞ്ഞു എന്നാ പറഞ്ഞേ, ഇത് പറഞ്ഞില്ല എന്താ, അത് ബാക്കിയുള്ളതിനും ഷർത്താണ്. പിന്നെ ഇനി എഴുത്തക്കതല്ല ആമിയു മറ്റേ ഇബാദത്തുകൾക്കും ഷർത്തായ ഷർത്തുണ്ടല്ലോ, ആ ഇൽമും ബിൽ ഫർളിയ്യത്തി വൽ ബിൽ കൈഫിയ്യത്തി. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, അതിന് വിശദീകരണം പറഞ്ഞ എങ്ങനെയാണ്, തെമ്മീസി ഫുറൂലിഹ മിൻ സുനനിഹ. അപ്പൊ ഈ തെമ്മീസ് എന്ന് പറഞ്ഞതിന് മുഅ്തറസ് പറയുന്നു ഇനി എഴുത്തക്കതല്ല ആമിയു
ആമിയായ ആളെ ഇത്തിഖാദ് ചെയ്താൽ അവിൽ ആലിമോ അല്ലെങ്കിൽ ആലിമന്നെ ഇത്തിഖാദ് ചെയ്തു അലൽ ഔജഹി റാജിഹ് അനുസരിച്ച് അൽ കുല്ല ഫർലൻ എല്ലാം ഫർലാണെന്ന്. ഇയാൾ നിസ്കാരത്തെ കുറിച്ചൊക്കെ ഇൽമുള്ള ആളാ, പക്ഷെ അങ്ങനാണ്ട് വിചാരിച്ചു, അങ്ങനാണ്ട് ഇത്തിഖാദ് ചെയ്തു എല്ലാം ഫർലാണ്, നിസ്കാരം ശരിയാവും. അപ്പൊ ഔജഹിന്റെ എതിരനുസരിച്ച് ആലിം അങ്ങനെ വിചാരിച്ചാൽ എന്താവൂല, നിസ്കാരം ശരിയാവൂല എന്നാ. ആമീയനാണ് എതിരുണ്ട്. ഇനി അത് സുന്നത്ത് തന്നെ അല്ല മുഴുവൻ സുന്നത്താണെന്ന് വിശ്വസിച്ചാലോ ഫലാ, അപ്പൊ നിസ്കാരം ശരിയാവൂല. പിന്നെ അവിൽ ബഅല വൽ ബഅല എന്ന് പറഞ്ഞാല് ബഅല ഈ മൊത്തം ചെയ്യുന്ന ഖൗലും ഫീലും ആണല്ലോ, ചൊല്ലുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഇതില് കുറെ ഫർളും ഉണ്ട് കുറെ സുന്നത്തും ഉണ്ട് എന്ന് വിചാരിച്ച് ഇന്നത് എന്ന് വേർതിരിച്ചില്ല. എന്നാ സഹീഹാവും ഇപ്പൊ മാലം യഖ്സിദ് ബി ഫർളിൻ മുഅയ്യനിൻ അന്നഫ്ലിയ്യത, മുഅയ്യനായ ഒരു ഫർളിനെ കൊണ്ട് ലക്ഷ്യം വെക്കാതിരിക്കുമ്പോൾ, നഫ്ലിയത്തിനെ ലക്ഷ്യം വെക്കാതിരിക്കുമ്പോൾ, അതുപോലെ മുഅയ്യനായ ഒരു ഫർളിനെ കുറിച്ച് അത് സുന്നത്താണെന്ന് ഇവന് ഉദ്ദേശിക്കാതിരിക്കുമ്പോ, വിശ്വസിക്കാതിരുന്നാൽ ബഅല് എന്നുള്ളത് മതിയാകും എന്നാ. അത് എന്താണ് ബിയാലമാതാണ് തസ്വീറിന്റെ മേൽ ഇസ്തിദ്റാക്കായിട്ടാണ് ആം എന്ന് പറഞ്ഞത്. ഇനി വല തമ്മീസിനെ വർദ്ധിപ്പിക്കപ്പെടേണ്ടതില്ല. കാരണം എന്താ, ലിഅന്ന മഅരിഫത ദുഖൂലിൽ വഖ്തി തസ്തൽസിമുഹു. അണ്ട ദുഖൂലുൽ വഖ്ത് സമയം പ്രവേശിച്ചു എന്ന് അറിയണം എന്ന് പറഞ്ഞല്ലോ, അത് അറിയൽ ആർക്കേ കഴിയുള്ളൂ, തമ്മീസുള്ള ആളിനല്ലേ കഴിയുള്ളൂ. അപ്പോ തമ്മീസ് വേണം എന്ന് വന്നല്ലോ എന്നാ. ഇനി അഹദുഹാ പിന്നെ മഅരിഫത്തു ദുഖൂലിൽ വഖ്തി, മഅരിഫത്തുൽ വഖ്തി എന്നാ സമയം അറിയാന്ന് പറഞ്ഞാൽ സമയം പ്രവേശിച്ചു എന്നറിയണം. വലോ ലന്നൻ, ആ മഅരിഫത്ത് എന്ന് പറഞ്ഞത് ഇൽമൻ ഉണ്ടാകണം എന്നില്ല, ലന്നായാലും മതി. പക്ഷെ ലന്നുണ്ടാവുമ്പോ എന്ത് വേണം, ദുഖൂലിഹി ബാത്തിനൻ, ആ സമയം പ്രവേശിച്ചിരിക്കണം. ബാത്തിനൻ യഥാർത്ഥത്തില് ഹഖീഖത്തിൽ അങ്ങനെ സംഭവിക്കണം എന്നതോട് കൂടെ എന്താണ് ഇവന് ലന്നു ഉണ്ടാകണം. ഫലൗസല്ല, അപ്പോ അതിന്റെ മുഹ്തറസ് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യം ഇവിടെ പരിഗണിച്ചല്ലോ, ദുഖൂലുൽ വഖ്തി ബാത്തിനൻ ഉണ്ട്, ദുഖൂലുൽ വഖ്തി ഫി ലന്നിൽ മുസല്ലി അതുണ്ട്. അപ്പൊ അതിന്റെ മുഹ്തറസ് ഫലൗസല്ല, ഇവൻ നിസ്കരിച്ചു ഗൈറ ലാന്നിൻ, ലന്നില്ലാതെ നിസ്കരിച്ചു. ലന്നില്ലാതെ നിസ്കരിക്കുമ്പോ വൈൻ വഖഅത്ത് ഫീഹി, ഇവന്റെ നിസ്കാരം സംഭവിച്ചാലും ശരി, ഫീഹി വഖ്തിൽ സംഭവിച്ചാലും ശരി, ഇവനങ്ങനെ ലന്നില്ല. ലന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നീ സംശയിച്ചു, ആയോ ഇല്ലെന്ന് സംശയമാണ്, അല്ലെങ്കിൽ ആയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഔ ലാന്നൻ, അല്ലെങ്കിൽ ലന്ന് ചെയ്തു പക്ഷെ വലം തക്കാഴ് ഫീഹി, ബാത്തിലായിട്ടില്ല, അപ്പൊ നിസ്കാരം സംഭവിച്ചില്ല, ഫീഹി വഖ്തിൽ സംഭവിച്ചില്ല. ഇങ്ങനെയായാൽ ലം തന്നക്കത്, നിസ്കാരം മുന്നക്കിതാകുക തന്നെ ഇല്ലാന്നാ. തുടക്കം മുതലാവുമ്പോ മുന്നക്കിതാവൂലെന്നാ പറയാ. മുബത്തില് മുഖാരിനായം കൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നതെങ്കിലും മുന്നക്കിതാവൂല, ഇന്നക്കിതാവും. അല്ല അവിടെ ഇന്നക്കാത് ഉണ്ടായതിന് ശേഷം പിന്നെ ഒരു മുബത്തില് സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ ബത്തലാന്നും പറയും. അങ്ങനെ ഒരു മുനാഫി സംഭവിക്കുകയാണെങ്കിൽ ബുത്തലാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതുമുൽ ഇന്നക്കാത് ഉണ്ടാകുക. നിസ്കാരത്തിനെതിരായ കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് നിലക്ക് വരും. ഇനി വസാനിഹ, രണ്ടാമത്തതോ ഷുറൂത്തിൽ രണ്ടാമത്തെ അൽ ഇസ്തിഖ്ബാലു, ഇസ്തിഖ്ബാലുൽ ഖിബ്ലയാണ്. കമാ മറ ബയാനുഹു, അത് മുമ്പ് കഴിഞ്ഞല്ലോ. മാമായുസ്തസിന മിൻഹു, ആ എന്താണ് ഇസ്തിഖ്ബാലിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന ഒന്നൊഴിച്ച്. ആ ഇസ്തിഖ്ബാലിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന ഒന്നെന്താ, അത് സ്വലാത്തുൽ ഖൗഫ്, അതുപോലെ യാത്രയിലെ സുന്നത്തുസ്കാരം, ഇങ്ങനെ ഇസ്തിസ്ന ചെയ്തതുണ്ടല്ലോ. അതോടുകൂടെ ഇതിന്റെ വിശദീകരണം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്തിഖ്ബാല് എല്ലാ നിസ്കാരത്തിനും ഷർത്തില്ല എന്നർത്ഥം. ദുഖൂലു മഅരിഫത്തുൽ വഖ്ത് എല്ലാ നിസ്കാരത്തിനും ഷർത്താണ്, ഇസ്തിഖ്ബാല് എല്ലാ നിസ്കാരത്തിനും ഷർത്തില്ല. വസാലിസുഹ, മൂന്നാമത്തെ സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കലാണ്. ഇന്ദൽ ഖുദ്റത്തി, കഴിവുണ്ടാവുമ്പോ. വൈങ്കാന ഖാലിയൻ, അതായത് ഔറത്ത് മറക്കാൻ കഴിവുണ്ടാകുന്ന വസ്ത്രം കിട്ടണമല്ലോ, അപ്പൊ മറക്കൽ നിർബന്ധമാണ്. വൈങ്കാന ഖാലിയൻ ഫീ ദുൽമത്തിൻ, ഇവൻ ഖാലിയാണെങ്കിലും, അതായത് ഖാലിയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഖൽവത്തിലാണെങ്കിലും എന്നർത്ഥം, ഇവനുള്ള സ്ഥലത്ത് വേറൊരാളും ഇല്ല. അല്ലെങ്കിൽ ഖാലിയാണ് എന്നതിന് പുറമെ ഇരുട്ടത്തുമാണ്. അപ്പൊ രണ്ടും ഉണ്ടെങ്കിലും എന്താക്കണം, ഔറത്ത് മറക്കണം. ലിൽ ഖബരി സഹീഹി ലാ യഖ്ബലുല്ലാഹു സലാത്ത ഹായിലിൻ ഐ ബാലിഗിൻ ഇല്ലാ ബിഖിമാരിൻ. കണ്ടോ സഹിഹ ഹദീസ്, അല്ലാഹു തആല നിസ്കാരം സ്വീകരിക്കൂല ഹായിലിൻ, ഹൈല് പ്രായമെത്തിയവൾ എന്നാണ്. ഐ ബാലിഗിൻ, അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ എന്താണ് ഹൈലുകാരിന്റെ നിസ്കാരം സ്വീകരിക്കൂല ഹിമാറില്ലാതെ എന്ന് പറഞ്ഞാൽ, ഹിമാർ ഉണ്ടെങ്കിൽ ഹൈലുകാരിന്റെ നിസ്കാരം സ്വീകരിക്കുന്നല്ല, നേരെ ഹൈലെന്ന് അർത്ഥം വെച്ചാൽ ഉണ്ടാകുക.
അത് പറ്റൂലല്ലോ, കാരണം ഹൈലുകാരിന്റെ നിസ്കാരം ശരിയാകാനല്ലോ അല്ലേ. അപ്പൊ അത് തെവീൽ ചെയ്യണം. ബാലിഗ് ഹൈല് പ്രായമെത്തിയവളുടെ നിസ്കാരം ഇല്ലാ ബി ഹിമാരിൻ, ആ ഹിമാറോടുകൂടെ അല്ലാതെ. ഹിമാർ എന്ന് പറഞ്ഞാൽ തലമറക്കുന്ന വസ്ത്രത്തിനല്ലേ പറയാ. അപ്പൊ അത് മറക്കണം എന്നൊന്നു. അപ്പൊ സിത്തറുൽ ഔറത്തിന്റെ ഭാഗമാണത്. പിന്നെ സാധാരണ പറയുന്ന അനുസരിച്ച് ലിൽ ഖബരി സഹീഹി എന്ന് പറയണമെങ്കിൽ മുദ്ദഅക്ക് നല്ലപോലെ യോജിച്ചതായിരിക്കണം, എന്നാലേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. സത്തുറുൽ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഹദീസ് കൊണ്ട് കിട്ടുമോ? ഹദീസ് കൊണ്ട് സത്തുറുൽ ഔറത്ത് വേണമെന്നാണ്ട് കിട്ടൂലല്ലോ അല്ലേ. അതിന്റെ കൂടെ ഇനി പലതും കൂടിയെങ്കിലല്ലേ പറ്റുള്ളൂ. പിന്നെ ആശയക്കാരതിനോടൊന്നും പറഞ്ഞില്ല. ലിൽ ഖബരി സഹീഹി വലി ഖൗലിഹി തആല ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൽ മുറാദു ബിഹി അസിയാബു ഫി സ്വലാത്തി എന്ന് നിഹായ മുഗ്നിയും പറഞ്ഞു. അപ്പൊ അവര് ലിൽ ഖബരി സഹീഹി വലി ഖൗലിഹി തആല എന്നാണ്. അതിന്റെ മജ്മൂ ആയാലോ. എന്നാലും ഇപ്പോ എന്താണ്, ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ് എന്നുള്ളതിന് സരീഹായ ദലീൽ വരൂലല്ലോ. ഇല്ലാത്ത സ്ഥലത്ത് ലിൽ ഖബരി സഹീഹി അങ്ങനാണ്ട് പറയൂല. കാരണം ഇവിടെ ലാ യഖ്ബലുല്ലാഹു സലാത്ത ഹായിലിൻ എന്ന് പറഞ്ഞാല് ഷർത്താണെന്നുള്ളത് നസ്സായി വരുന്നില്ല. കാരണം നിസ്കാരം അള്ളാഹ് കബൂലാക്കൂലെന്നാ. കബൂല് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആ ഷർത്തും ഫർളും ഒത്ത സഹീഹായ ഇബാദത്താകുക. അപ്പൊ അള്ളാന്റെ അടുക്കൽ സഹീഹാവൂല എന്നൊരർത്ഥമുണ്ട്. പക്ഷെ ലാഹിർ അതല്ലല്ലോ, അള്ളാഹ് സവാബ് വരൂല എന്നല്ലേ. അപ്പൊ സവാബ് തരികയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നിസ്കാരം സഹീഹാണ്, പക്ഷെ അതിൽ വേറെ സിഹത്തിനെ ബാധിക്കാത്ത എന്തോ ഒരു ഖലലുള്ളത് കൊണ്ട് കൂലിയിട്ടൂല എന്നല്ലേ. ഉദാഹരണത്തിന് റിയാഇന് വേണ്ടി നിസ്കരിച്ചു, എന്നാൽ കൂലിയിട്ടൂല. അപ്പൊ നിസ്കാരം സഹീഹാണല്ലോ, അതല്ലേ ഇതിന്ന് ലാഹിറാകുക അല്ലേ. അങ്ങനെയാണ്. പിന്നെന്താ അങ്ങനെ പറഞ്ഞെന്നറിയില്ല. ഏതായാലും ലാ യഖ്ബലുല്ലാഹു എന്ന് പറഞ്ഞാൽ നിസ്കാരം സഹീഹല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. പിന്നെ സലാത്ത ഹായിലിൻ ഐ ബാലിഗിൻ ഇല്ലാ ബിഹിമാരിൻ എന്ന് പറഞ്ഞു. പിന്നെ ഫൈൻ അജസ ബിത്തരീഖി സാബിഖി, പിന്നെ വൈങ്കാന ഖാലിയൻ ഫി ഉൽമത്തിൻ എന്ന് പറഞ്ഞു അല്ലെ. എന്നാലും ഔറത്ത് മറക്കണം. എന്തിനാണ് ഈ എന്താണ് ഖൽവത്തിലാകുമ്പോഴും എന്ന പോലെ, ഖൽവത്തിൽ നിസ്കരിക്കുമ്പോ അല്ല, അല്ലെങ്കിലും ഔറത്ത് മറക്കണ്ടേ. ആവശ്യമില്ലാണ്ട് എന്താണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സൗഅത്താനി തുറന്നിടാൻ പാടില്ല. പെണ്ണിനെ സംബന്ധിച്ചോളം മുട്ടുവെക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറക്കണമല്ലോ ഖൽവത്തിലാവുമ്പോഴും ഇരുട്ടത്താവുമ്പോഴും ഒക്കെ. അപ്പൊ അത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏതായാലും ഇത് അള്ളാഹിനോടുള്ള എന്താണ് സമീപനല്ലേ ഔറത്ത് മറക്കുക എന്നുള്ളത്. അപ്പൊ അത് എന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹ്ക്ക് എന്താണ് ഔറത്ത് മറച്ച ആളും അല്ലാത്ത ആളും എല്ലാം കണക്കല്ലേ. അപ്പൊ അതിന് അവിടെ മലക്കുകൾ ഉണ്ടാവും, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു വേറെ ഉണ്ട്, ജിന്നുകൾ ഉണ്ടാവും, അങ്ങനെ. അതൊന്നും അതില് റാജിഹ അതല്ല. അതായത് ഈ ഔറത്ത് മറച്ചവനോ മുത്തഅദ്ദിബായി അള്ളാഹു തആല പരിഗണിക്കും, ഔറത്ത് മറക്കാത്തവനോ അദബില്ലാത്തവനായും പരിഗണിക്കും. കാരണം അത് അള്ളാന്റെ ഒരു കൽപ്പനയല്ലേ. അതങ്ങനെ തന്നെ. അദബ് എന്താണ് വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു മര്യാദന്റെ ഭാഗമാണല്ലോ. അങ്ങനെ തന്നെ അതൊരു മഅഖൂലായിട്ട് അയിമത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോ ഫൈൻ അജസ ബിത്തരീഖി സാബിഖി ഫിത്തയമ്മുമി. അപ്പൊ ഫൈൻ അജസ എന്നിട്ട് പിന്നെന്ത് സല്ല ആരിയൻ എന്നാണ് അതിന്റെ ജവാബ്. ഖാദിറാണ് ഔറത്ത് മറക്കേണ്ടത്. അപ്പൊ കുതിരത്തില്ല അജിസാണെങ്കിലോ അശക്തനാണെങ്കിലോ ഔറത്ത് മറക്കുന്നതിനെ തൊട്ട് അപ്പോ ഉരിയാനായിട്ട് നഗ്നനായിട്ട് ഔറത്ത് മറക്കാതെ നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ അജിസിന്റെ മാനെന്താ ബിത്തരീഖി സാബിഖി ഫി തയമ്മുമി. തയമ്മത്തില് വെള്ളത്തിനെ തൊട്ടുള്ള അജിസ് പറഞ്ഞില്ലേ. അപ്പൊ തയമ്മം ചെയ്യാൻ മണ്ണ് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അജിസും എന്നാ. ഒമിൻ സമ്മ ആ അജിസാണ് അവിടെ പരിഗണിക്കുന്ന അജിസാണ് ഇവിടെയും എന്ന കാരണത്താൽ. ത്വരീഖു സാബിഖിലുള്ള അജിസാണ് ഇവിടെയും എന്ന കാരണത്താൽ എന്തായി ലസിമഹു അവന് നിർബന്ധാണ് ഹുന ഇവിടെ, അതായത് വസ്ത്രമില്ലാത്ത സ്ഥലത്ത് ഇവന്റെ ഇല്ല. സുവാലു നഹ്വിൽ ആരിയത്തി ആരിയത്ത് പോലത്തെ ചോദിക്കൽ നിർബന്ധാണ്.
അവിടെ വെള്ളം എന്താണ് ആര്യത്തായിട്ട് പറ്റൂലല്ലോ, അത് ഉപയോഗിച്ചാൽ തീർന്നു പോലെ. വസ്ത്രം അങ്ങനല്ല, ഉടുത്തു കഴിഞ്ഞ് നിസ്കരിച്ചു കഴിഞ്ഞ് ഉരിഞ്ഞങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ വായ്പ ചോദിക്കുക, അത് അതുപോലെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്നതിനല്ല ആര്യത്ത് എന്ന് പറയാം. അപ്പൊ അത് ചോദിക്കൽ നിർബന്ധമാണ്. ഖബൂല് ഹിബത്തി താഫിഹിൻ അല്ലെ ഹിബത്തിൻ താഫിഹത്തിൻ അങ്ങനുണ്ട്. അപ്പൊ നിസ്സാരമായ ഹിബത്ത് തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. നിസ്സാരമായൊരു വസ്തു ഹിബത്ത് എന്ന് പറഞ്ഞാൽ അവർത്ത് മറക്കാനുള്ളതാണ്. തീനിൻ മണ്ണ് പോലെ എന്നാ. അപ്പൊ വസ്ത്രം വേണ്ട, വസ്ത്രം സ്വീകരിക്കേണ്ട, കാരണം അത് ഹിബത്ത് എന്ന് പറഞ്ഞത് താഫിഹല്ല, അത് വലിയ മിന്നത്തുള്ളതാ. അത് ആശയക്കാർ പറയുന്നുണ്ട്. സല്ല ആര്യൻ, അപ്പൊ ആര്യായി നിസ്കരിക്കണം. വാത്തമ്മ റുക്കുവാഹു സുജൂദഹു, ആര്യായി നിസ്കരിക്കുമ്പോൾ റുക്കുവും സുജൂദും പൂർത്തിയാക്കാൻ പറ്റുമോ? കാരണം അപ്പൊ കൂടുതൽ ഇൻകിഷാഫ് ഉണ്ടാവൂലേ റുക്കുവിന്റെ സമയത്ത്, ദുബുറ് അതുപോലെ സുജൂദിന്റെ സമയത്ത് ദുബുറ്, ഇതൊക്കെ ഇൻകിഷാഫ് കൂടുതലുണ്ടാവും. അപ്പോൾ പൂർത്തിയാക്കണോന്ന്. അതെ, പൂർത്തിയാക്കണം. വുജൂബൻ നിർബന്ധമായിട്ടും. വല ഇയാദത്തലയെ, അപ്പം മടക്കിസ്കരിക്കണോ? അതും വേണ്ട. ഫൈൻ വജദഹു ഫീഹ, അപ്പൊ ഇങ്ങനെ വസ്ത്രം ഇല്ലാതെ തുടങ്ങി, എന്നിട്ട് ഫൈൻ വജദഹു, അവനെ വസ്ത്രം എത്തിച്ചാൽ, വസ്ത്രം എന്നല്ല സാത്തിറുള്ള അവറത്ത് എത്തിച്ചു, ഫിഹ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് എത്തിച്ചാൽ, ഇസ്തത്തറ ബിഹി ഫൗറൻ, അതുകൊണ്ട് പെട്ടെന്ന് മറക്കണം എന്നാ. ബന, പെട്ടെന്ന് മറച്ചിട്ട് ബാക്കി നിസ്കരിച്ചാൽ മതി. ബന അലാമ മലാമിന സലാത്തിന്ന്, കഴിഞ്ഞ നിസ്കാരത്തിന്റെ ബാക്കി നിസ്കരിച്ചാൽ മതി. ഹൈസുല മുബുത്തിലുണ്ടായിട്ടില്ലെങ്കിൽ, അല്ല വസ്ത്രം വാങ്ങിയിട്ട് ഉടുക്കുമ്പോഴത്തേക്കൊക്കെ മൂന്നനക്കാണെങ്കിൽ നിസ്കാരം ബാത്തിലായി പോയെങ്കിലോ, അപ്പൊ പിന്നെ എന്താണ് ബാക്കി നിസ്കരിച്ചാൽ മതിയാവൂല. പിന്നെ കലിസ്തിദ്ബാരി, ഏതുപോലെ മുബുത്തിലേതുപോലെ ഇസ്തിദ്ബാർ പോലെ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് തിരിയേണ്ടി വന്ന്, അപ്പോൾ ഇസ്തിഖ്ബാൽ ഖിബ്ല നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനത്തെ മുബുത്തിലുണ്ടായെങ്കിൽ മതിയാവൂല. മൂന്നനക്കം എന്ന് പറഞ്ഞത് ഇവിടെ അനുവദിക്കും, കാരണം എന്ന് പറഞ്ഞാൽ അവർത്ത് മറക്കൽ ഷർത്തല്ലേ. അപ്പൊ അതിനുവേണ്ടി എന്താണ് മൂന്നനക്കം അനുവദിക്കുമല്ലോ. പിന്നെ വയൽസമുഹു ഐലൻ സത്തുറുഹ എന്ന പോലെ ഇവന് അവർത്ത് മറക്കൽ നിർബന്ധമാണ്. ഖാരിജ സലാത്തി, ഐലൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മറക്കൽ പോലെ തന്നെ മറക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിന് പുറത്തും. വലൂഫിൽ ഖൽവത്തി, അത് ഒറ്റക്കാണെങ്കിലും ഖാലിയാണെങ്കിലും എന്നർത്ഥം. ലാക്കിന്നൽ വാജിബ ഫിയ, പക്ഷെ അതിൽ നിർബന്ധം ഖാരിജുസ്സലാത്തിലാകുമ്പോ ഖൽവത്തിലാകുമ്പോ, ഫിയ എന്ന് പറഞ്ഞാൽ ഖൽവത്തിലാകുമ്പോ നിർബന്ധം സത്രു സൗഅത്തൈ റജുലി വൽ അമത്തി, ആണും എന്ന പോലെ അമത്തും അവരവരുടെ മുന്നും പിന്നും മറക്കലാണ്. സൗഅത്താനി, കുബുലും ദുബുറും മറക്കലാണ്. അടിവസ്ത്രം ഉണ്ടല്ലോ, ഇട്ടാലും മതി. ഒമാബൈന സുറത്തി റുക്കുബത്തിൽ ഹുറത്തി, സ്വതന്ത്ര സ്ത്രീയാണെങ്കിൽ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഒന്നും മറക്കൽ നിർബന്ധമാണ്. ഫക്കത്ത് മാത്രം. അപ്പോൾ മുട്ടുവരെ മറയുന്ന, പൊക്കിളും അതിൽ മറയുന്ന പാവാട പോലത്തെ ധരിച്ചാൽ മതിയാവും. ഇല്ലാ ലി അദിന ഖറലിൻ, അപ്പൊ അത്രയും മറച്ചാൽ മതി എന്ന് പറഞ്ഞത് എന്താണ്? ഇത് മറക്കണം എന്ന് പറഞ്ഞത് അദിനാ ഖറലിന് വേണ്ടി ഒഴികെ. ഒരു ചെറിയ ആവശ്യമുണ്ട്. എന്ത്? ഈ പറഞ്ഞ ഔറത്ത്, അത് സൗഅത്താനി എന്ന് പറഞ്ഞതും മാബൈന സുറത്തി റുക്ബത്തിൽ ഹുറത്തി എന്ന് പറഞ്ഞതും തുറക്കണ്ട, മറക്കാതിരിക്കാൻ ഒരു ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ മറക്കൽ നിർബന്ധമില്ല. ഇതുപോലെ തബ്രീദിൻ, തണുപ്പിക്കും പോലെ നല്ല ചൂടുണ്ട്, അപ്പം എന്താക്കി അവിടെയൊക്കെ വിയർക്കുകയും എന്ന പോലെ ചൂട് കൂടുതലും ഒക്കെ ഉള്ള ഏരിയകളല്ലേ, അപ്പോൾ അവിടെ നിന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് എന്താക്കി അത് അഴിച്ചിട്ട് കുഴപ്പമില്ല. ഹഷിയത്ത് ഉബാരിൻ എന്ന പോലെ, അത് ഔറത്തിനെ സംബന്ധിച്ച തബ്രീദ് എന്ന് പറഞ്ഞത്. ഇനി സാത്തിറായ വസ്ത്രത്തിനെ കുറിച്ചാണ് പറയുന്ന ഒരാവശ്യം. എന്താ? ഹഷിയത്ത് ഉബാരിൻ, പൊടി പറ്റുമോ എന്ന് പേടിക്കുക. എന്തില്? അല സൗബിൻ, വസ്ത്രത്തിൽ. ഏത് വസ്ത്ര? യുജമ്മിലുഹു, ഇവന് അണിഞ്ഞൊരുങ്ങുന്ന വസ്ത്രത്തില്. ഇവന്റെ ആകെ ഒരു വസ്ത്രമുള്ളൂ, അവിടുത്തെ കല്യാണത്തിന് വേണല്ലോ. അപ്പൊ ഇത് ഉടുത്തിട്ട് ഇവിടെ ഇരുന്നാല് നിലത്തുനിന്ന് ഓടി പറ്റും. അപ്പൊ എന്താക്കി അതവിടെ അയച്ചിട്ടിട്ട് ഇപ്പം നിലത്തിരുന്ന്, അപ്പൊ അത് മതി, കുഴപ്പമില്ല. അപ്പൊ സൗബ് യുജമ്മിലുഹു ആയിരിക്കണം, അല്ല സാധാരണ ധരിക്കുന്ന പൊടിയൊക്കെ പറ്റുന്ന വസ്ത്രം അങ്ങനെ മാറ്റാൻ പറ്റൂല. പിന്നെ വയുക്റഹു ലഹു നദറു സൗഅത്തി നഫ്സിഹി ബിലാ ഹാജത്തിൻ, ഇവന്റെ സൗഅത്ത് നോക്കൽ കറാഹത്താണ്, ആവശ്യമില്ലാതെ. അവന്റെ സ്വന്തം സൗഅത്ത് നോക്കൽ ആവശ്യമില്ലാതെ കറാഹത്താണ്. പിന്നെ അത് നിസ്കാരത്തിന് പുറത്താവുമ്പോ അല്ലേ, ഖാരിജുസ്സലാത്തിലാണ്. നിസ്കാരത്തിലാണെങ്കിൽ പാടില്ല, അങ്ങനെ കണ്ടുപോയാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. പിന്നെ
ഇനി ഔറത്തുർ റജുൽ, റജുലിന്റെ ഔറത്ത് ഏത് എന്നുള്ള വിശദീകരണ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.